കഴിക്കുന്ന ആഹാരത്തെപ്പറ്റി ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തേ രാവിലെ കഴിച്ച്? പുട്ട് അല്ലെങ്കിൽ ദോശ. ഇന്നിപ്പോ ഞാൻ കഴിച്ചത് കുറച്ച് കഞ്ഞിയാ, അരിക്കഞ്ഞി. പക്ഷെ ഇതിപ്പോ വേറെ ആളോട് പറയുമ്പോ പറയാത്തൊരു കാര്യമുണ്ട്. എവിടുന്നേ കഴിച്ചതെന്ന് പറയണ്ടേ? രാവിലെ ആഹാരം കഴിച്ചു. പതിവായിട്ട് കഴിക്കുന്നത് എവിടുന്ന്? ഹോട്ടലിൽ നിന്ന്. ആഹാര വസ്തു ആരൊക്കെ കൈകാര്യം ചെയ്യുന്നുവോ അവരുടെ മുഴുവൻ ക്യാരക്ടർ അതിൽ വരും. സംശയമില്ലാത്ത കാര്യമാണ്. അത് തെളിയിക്കപ്പെടാൻ പറ്റില്ല. ഇത് തെളിയിക്കാൻ പറ്റുമോ? ആന്ധ്രാപ്രദേശിൽ നിന്ന് അരി പുറപ്പെട്ടത് മുതൽക്ക് ആരൊക്കെ അത് കൈകാര്യം ചെയ്തു, എന്നിട്ട് ആര് നമുക്ക് വിളമ്പി തന്നു? ആശ്രയദോഷം എന്നാണ് പറയുക. ഈ കഴിക്കുന്ന ആഹാരം തുടക്കം മുതൽക്ക് നമ്മൾ കഴിക്കുന്ന അതുവരെയും എത്ര പേര് കൈകാര്യം ചെയ്തിരിക്കുന്നു എന്നതിന്റെ കണക്കന്നെ നമുക്കില്ല. നമ്മൾ തോന്നുന്ന പോലെയൊക്കെ കഴിക്കും. അവനോന്റെ വളപ്പിൽ ഉണ്ടായ നെല്ല് മാത്രം കഴിച്ചിരുന്നവരുണ്ട്. ഇപ്പോഴും ഇന്ത്യയിൽ ചിലവരുണ്ട്. എന്റെ അറിവിൽ ഒരാളുണ്ട്, അയാളുടെ വളപ്പിൽ ഉണ്ടായിട്ടുള്ള അരിയാണ് കഴിക്കുക. വേറെ ആരും തൊട്ടിട്ടില്ല. ഒരു പച്ചമുളകിന്റെ തൈ ഞാൻ ഉണ്ടാക്കി. അപ്പൊ അത് നല്ല വരവാക്കി, വലിയ ഇഷ്ടമായി. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാൻ ചെന്നപ്പോ ഈ നല്ല പച്ചിലയുടെ ഇടയില് നല്ല നീളമുള്ള ഒരു മുളക്. ഞാൻ ആ മുളക് പൊട്ടി. ആ മുളക് ചെടി എനിക്ക് നേരിട്ട് തന്നാ. ആരും ഇടപെട്ടിട്ടില്ല. അതിൽ വിഷം അടിച്ചിട്ടില്ല. കടയിൽ പോയിട്ട് ഒരാൾ വാങ്ങി, വേറെ ആൾക്ക് വാങ്ങി, അവസാനം ചന്തയിൽ വന്നു. ചന്തയിൽ നിന്ന് വേറെ കടയിലേക്ക് വന്നു. നേരിട്ട് എന്റെ കയ്യിലില്ല. അപ്പൊ അവിടെ മുറ്റത്ത് നിൽക്കുന്ന ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഇത് വല്ലാത്ത മുളക്, ഞാൻ ഉണ്ടാക്കിയാലോ, എന്റെ കയ്യിൽ വന്നത്. ഇതിപ്പോ അങ്ങോട്ട് തിന്നാലോ എന്ന് ആലോചിക്കുകയാണ്. ചവച്ചരച്ച് സന്തോഷം കൊണ്ടേ. ഭാര്യ ഇവിടെ തിന്നാ വരെ ഈ മുളകാണ് സാധനം, തിന്നുമ്പോ സൂക്ഷിക്കണം തോന്നും. പക്ഷെ തിന്നാൻ തോന്നാൻ കാരണം എന്താ? തിന്നില്ല ആൾക്കാര്. തിന്നാ പിന്നെ ഇത് പറയാൻ പറ്റില്ലല്ലോ. അതിന് ആശ്രയദോഷമില്ല. ഇന്ന് കഴിക്കുന്ന സകല വസ്തുക്കൾക്കും ആശ്രയദോഷം ഉണ്ട്. പരമാവധി വാഹനത്തിൽ വരുമ്പോ പച്ചക്കറിക്കൊക്കെ എന്താ വില? ഒരാൾ പറയാ പയറിന് 90 എന്ന് പറയുമ്പോ അപ്പുറത്തിരിക്കുന്ന ആൾ പറയാം അയ്യോ 120 വരെയൊക്കെ പോയി അത്. എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞില്ല, എന്റെ മനസ്സിൽ പുറത്ത് മുഴുവൻ തുറസായ സ്ഥലങ്ങൾ പൊന്ത മൂടിക്കിടന്നു. ഇതൊക്കെ വെറുതെ ആ പൊന്തയുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് ചില വിത്തുകൾ അതിലുണ്ടാവുന്നു. തീരെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. പലതും ഈ പുറമേന്ന് വിഷടിച്ചിട്ട് വെച്ചൊന്നും വേണ്ട. ആശ്രയദോഷമായി തന്നെയാണ് ഗുണദോഷം. ഗുണമില്ലാത്തത് പുഴു വരും എന്ന് വിചാരിച്ചിട്ട് നല്ല ശക്തമായിട്ടുള്ള പോയ്സൺ അടിച്ച് വരുന്നുണ്ട്. അതിൽ പുഴുവൊന്നും കാണില്ല.
എനിക്കൊരു ദുർഗുണം ഉണ്ടായിരുന്നു. പച്ചക്കറി വാങ്ങാൻ പോകുമ്പോൾ വല്ല പുഴുക്കുത്തൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ധൈര്യപൂർവ്വം വാങ്ങും. കാരണം വിഷം കുറവാന്നർത്ഥം. പുഴു വരില്ല അപ്പോ. ഇപ്പൊ പല വസ്തുക്കളും ഒരിടത്ത് വെച്ചാല് ഇറുമ്പ് വരെ വരില്ല. ഇറുമ്പിനറിയാതെ തിന്നാൻ പറ്റുന്നതല്ല. മമ്പയറൊക്കെ വാങ്ങി നോക്കിയിട്ടുണ്ടോ? മമ്പയറിലൊന്നും ഇപ്പൊ പുഴുക്കുത്തു വന്ന മമ്പയറൊന്നും കാണില്ല. ഇതാണ് ഗുണദോഷം. ഓരോ വസ്തുവിനെയും ഇത് ബാധിക്കുന്നു. മൂന്നാമത്തെ തലദോഷം. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്? ആശയദോഷമുണ്ട്, ഗുണദോഷമുണ്ട്, മായം ഇഷ്ടം പോലെ ചേർക്കുന്നുണ്ട്. നടന്നു പോകുമ്പോ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തുമ്പോ ഞാൻ വലതുഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് നോക്കില്ല. ഒരു ഹോട്ടലിന്റെ അടുക്കളയാണ്. അങ്ങോട്ട് നോക്കുമ്പോ എന്തെങ്കിലും ഒരു കാഴ്ച കണ്ടാണ്ടല്ലോ, ഈ ജന്മം അതും മറക്കില്ല. ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് പോയി താമസിച്ചിട്ട് എന്തെങ്കിലും കാരണവശാൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വരുമ്പോ അടുക്കളയുടെ ഭാഗത്തു കൂടെ വരുന്ന കാണുന്ന കാഴ്ച. തലദോഷം ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്? ഇതൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യം. നാം കാണിക്കുന്ന എല്ലാ ധിക്കാരത്തിനും ഇത് നോക്കി ജീവിക്കാൻ പറ്റുമോ എന്ന് മറുപടി പറയാമല്ലോ. പരമാവധി ഇങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടെന്നെങ്കിലും ചെറുപ്പക്കാരറിയണ്ടേ. ആശ്രയദോഷം, ഗുണദോഷം, തലദോഷം, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആര് തന്നു? ഒരേ വസ്തു. ഒരു വീട്ടിലത്തെ ആഹാരം കഴിക്കുമ്പോൾ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ആ വീട്ടിൽ നിന്നാണ്. എന്താണെന്നൊരു ചോദ്യമില്ല. കാരണം ആ ഉണ്ടാക്കിയ അമ്മ അത് ഉണ്ടാക്കിയിരിക്കുന്നത് മക്കൾക്ക് കഴിക്കാനാണ്. അതുപോലെയാണോ വേറെ സ്ഥലത്തുനിന്ന്? ഇത് എല്ലാത്തിനും ബാധകമാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ചില പ്രസാദങ്ങളും ചില പായസങ്ങളും വരെയൊക്കെ പലർക്കും കൊട്ടേഷൻ കൊടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏതായിട്ടാണോ വിൽക്കുന്നത് ലേബൽ ഒട്ടിച്ച് അതായിട്ട് ഒരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങൾക്ക് കൊട്ടേഷൻ കൊടുത്ത് അവരാണ് ഉണ്ടാക്കുന്നത്. അവർക്ക് എന്താ സാധനം എന്ന് അവരില്ല. അവര് കൈകാര്യം ചെയ്യുക കമ്മേഴ്സ്യലാണ്. ഇങ്ങനെ അല്ലാതെ നിവർത്തിയില്ല. ചില പായസങ്ങളോ ചില സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ അത് ഇങ്ങനെ അല്ലാതെ നിവർത്തിയില്ല. പക്ഷെ എന്ത് സമൂഹത്തിൽ സംഭവിക്കുന്നു? പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ചില ആശ്രമങ്ങൾ, അത് ആശ്രമം എന്നുള്ളത് മാതൃകയായിട്ട് പറയാൻ കാരണം അവിടെ ഉണ്ടാവില്ല. അവനവന്റെ വീട്ടിലുണ്ടായിട്ടുള്ള ഒരു മാങ്ങയ്ക്ക് തുല്യമല്ല പുറമേന്ന് വാങ്ങുന്ന ഒരു മാങ്ങ. പകുതിയിലധികം വളരെ പെട്ടെന്ന് കേടുവരും. ഇങ്ങനെ ഒരു കളറ് പഴുത്ത മാങ്ങയ്ക്ക് ഉണ്ടാവില്ല. മാവിന്റെ മാങ്ങ മുഴുവൻ ഒരുമിച്ചാണ് പൊട്ടിക്കും. അണ്ടി ഉറക്കാത്ത മാങ്ങയൊക്കെ അതിൽ വരും. ഒരുമിച്ച് 24 മണിക്കൂർ കൊണ്ട് അങ്ങോട്ട് പഴുപ്പിച്ച് എടുക്കും. ഗുണദോഷം, ആശ്രയദോഷം, ഇത് രണ്ടും ശ്രദ്ധിക്കുന്നത് തലദോഷവും അടുക്കള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അനാവശ്യ വർത്താനം അടുക്കളയിൽ വെച്ച് പറയരുത്. ഈ ഭക്ഷ്യവസ്തുക്കളൊക്കെ അത് കേൾക്കും. ആ കേൾക്കുമെന്ന ചിന്ത നമ്മൾക്ക് ഉണ്ടാകുമ്പോഴാണ് അതിലൊരു പുരോഗതി ഉണ്ടാകുന്നത്. അടുക്കളക്കാരൊന്നും ഇവിടെ പറയണ്ട, ആ അടുക്കളയിൽ പറഞ്ഞാൽ മതി. അടുക്കളയിൽ സത്യസന്ധമായ കാര്യങ്ങളും നല്ല ഭാഷയിലും വേണം അടുക്കളയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മനസ്സ് ഈ ഉണ്ടാക്കുന്ന വസ്തുവിൽ ഉണ്ട് എന്നുള്ളതിൽ സംശയം ഇല്ല, ഒരു സംശയവും. ഉണ്ടാക്കിയ വസ്തു, അമ്മ ഉണ്ടാക്കിയ ആഹാരത്തെ കുറ്റം പറയുന്ന കുട്ടികളെ കുറിച്ച് ഇപ്പൊ പറയുന്നില്ല, ഇത് മറ്റൊരു വിഷയമാണ്. ഈ ചിന്ത ഏത് സമയത്തും മനസ്സിൽ ഉണ്ടാകുമ്പോൾ കുറെ ഭേദം കിട്ടുമെന്ന് മാത്രം ആലോചിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.